ഇഷ്യ ദോശ എങ്ങനെയുണ്ട്? ഇത് തിന്നോക്കിക്കണടാ, സൂപ്പർ പറയണേ. തിന്നോക്കിട്ടല്ലേ സൂപ്പറാണോ അല്ലേ പറയല്? ബിസ്മില്ലയോ റഹീം. ഹലോ കൂട്ടുകാരെ, സൂപ്പറാണ് ഉണ്ടാക്കിയ ദോശ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് അല്ല, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ദോശ ഉണ്ടാക്കി നോക്കണം പറയും. ഈ ദോശ ഉണ്ടാക്കി ചെയ്യണം. അടിപൊളി. ചായ കുത്തി തിന്നാൻ അടിപൊളി. ചായ കുത്തി തിന്നാൻ അടിപൊളിയാ. അത് നോക്ക്, സൂപ്പറാണോ? ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പറയും. അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി റെസിപ്പിയാണ് ഒനിയൻ ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ സാധാ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് കലക്കിയെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഒരു ദോശമാവിൻ്റെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു ബാറ്ററി രീതിയിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് കലക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. ആ ഒരു സവാള നമ്മൾ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സവാളൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 സ്പൂണ് ഉഴുന്ന് പരിപ്പും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഉഴുന്നും അതേപോലെ കടകൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കറിവേപ്പില, അതുപോലെ നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇഷുട്ടന് എരിവ് പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സവാളൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു മാവിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു സവാളയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ആ ഒരു സവാള ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് തക്കാളി മല്ലിയിലും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തക്കാളിയും മല്ലിയിലും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഷൂട്ടിന് കൂടുതൽ വെജിറ്റബിൾ ഒന്നും യൂസ് ആക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് അതുപോലെ വെജിറ്റബിളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇതിലേക്ക് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കൂടുതൽ വെജിറ്റബിളൊക്കെ വരുന്ന സമയത്ത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് സവാള മാത്രമേ യൂസ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ഈ ഒരു മാവിൽ നന്നായിട്ട് ഇതൊന്ന് കലക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിതാ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ കറണ്ട് പോയിട്ടോ, അതാണ് കുറച്ചൊരു വെളിച്ചം കമ്മിയുള്ളത്. അപ്പോൾ അങ്ങനെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സാധാരണ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക. അതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെയാണ് ഇനി ചുട്ടെടുക്കുക. ഇതിലേക്ക് വേറെ കറികളോ ചട്നിയോ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ഒനിയൻ ദോശയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആ ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ പോയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ സംസാരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ദോശ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചും തിരിച്ചും ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ദോശ വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് യൂസ് ആക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇതിലേക്ക് കറി ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാണ്. ഇപ്പോൾ കറീൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് നല്ല രീതിയിൽ ചുട്ടെടുക്കാനും പറ്റും കേട്ടോ. ദോശ എങ്ങനെയുണ്ട്? ഇത് തിന്നോക്കിക്കണടാ. സൂപ്പർ പറയണേ. തിന്നോക്കിട്ടല്ലേ സൂപ്പറാണോ അല്ലേ പറയലേ? ബിസ്മി അല്ലയോ റഹീം? ഹലോ കൂട്ടുകാരെ, സൂപ്പറാണ് ഉണ്ടാക്കിയ ദോശ. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് അല്ല, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ദോശ ഉണ്ടാക്കി നോക്കണം പറ. അടിപൊളി. ചായ കുടിച്ച് തിന്നാൻ അടിപൊളിയായിരിക്കും. ചായ കുടിച്ച് തിന്നാൻ അടിപൊളിയാ? അത് നോക്ക്. സൂപ്പറാണോ? ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പറയും.